എല്ലാവർക്കും നമസ്കാരം. ഹൈസ്കൂൾ പെങ്ങാമുക്കിൻ്റെ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 87-ാം വാർഷികാഘോഷവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവർകൾ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ എച്ച്.എം. ശ്രീ ഷനോജ് മാഷ്, ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പത്മം വേണുഗോപാൽ അവർകൾ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ്, MS മണികണ്ഠൻ, വിദ്യാഭ്യാസ ഡയറക്ടർ അജിതകുമാരി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ റഫീഖ് PV, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ മൊയ്തീൻ, മാനേജ്മെന്റ് പ്രതിനിധി ശ്രീ KB തമ്പി മാസ്റ്റർ, PTA പ്രതിനിധി ശ്രീ ഷമീർ, MPTA പ്രസിഡന്റ് ശ്രീമതി രേഖ, SRG കൺവീനർ അജോയ് തമ്പി, ശ്രീമതി സുധ ടീച്ചർ, ശ്രീമതി ബിദ ടീച്ചർ, കൂടാതെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെയധികം സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 4 പരിപാടികളാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വാർഷികം, രക്ഷാകർതൃ ദിനം തുടങ്ങിയ പരിപാടികൾ തികച്ചും ഈ നാടിനും നാട്ടുകാർക്കുമെല്ലാം തന്നെ സന്തോഷം തരുന്നൊരു മുഹൂർത്തം കൂടിയാണ്. എല്ലാവരുടെയും വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്കൂളിൻ്റെ ഈ ഒരു ഉയർച്ച എന്നുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ് പെങ്ങാമുക്ക് ഹൈസ്കൂള്. ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നിന്നും ഒരു മാറ്റമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സർക്കാർ സ്കൂളുകളെല്ലാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വളരെ മികച്ച രീതിയിൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കിടപിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് മാനേജ്മെന്റ് സ്കൂളുകളും മറ്റു പ്രൈവറ്റ് സ്കൂളുകളെല്ലാം തന്നെ. നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂൾ തന്നെയാണ് പെങ്ങാമുക്ക് ഹൈസ്കൂള്. 2 ഹൈസ്കൂളാണ് നമുക്കുള്ളത്. വളരെ നല്ല രീതിയിൽ രണ്ടിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നും മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സ്കൂളിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ മാനേജ്മെന്റ് അധികാരത്തിൽ വരികയും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സ്കൂളിനകത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ പഴയ കാലഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൂടുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സർക്കാർ സ്കൂളുകളിൽ കൊടുക്കുന്നത് പോലെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങൾ, സ്പോർട്സ് തുടങ്ങിയ എല്ലാവിധ വാഹന സൗകര്യങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് നൽകുകയാണ്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ അധ്യാപകരുടെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും നമ്മുടെ എല്ലാ നാട്ടുകാരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്കൂള് നിലനിന്ന് പോകണം, അതിൻ്റെ ഉയർച്ച ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കാം. അവരുടെ മക്കള് അവർ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ച് സ്കൂളിൻ്റെ വികസനം അറിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് തിരിച്ചെത്തുകയും ഇവിടെ ചേർക്കുകയും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അധ്യയന വർഷം മുതൽ. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ PTA-യും MPTA-യും ശ്രമിക്കുന്നുണ്ട്. തുടർന്നും അതിൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ വികസനം പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, പുതിയ കെട്ടിടം വന്നതോട് കൂടിയിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്ലാസ് മുറികൾ തന്നെയാണ് നമ്മുടെ പെങ്ങാമുക്ക് സ്കൂള് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാനേജ്മെൻറ്റ് അതിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാം. നമുക്ക് ലഭിക്കുന്ന സമയം അനുസരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നല്ലൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ വരവേൽക്കാൻ മാനേജ്മെൻറ്റും PTA-യും തയ്യാറായിരിക്കണം. തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, 1 വർഷ കാലയളവിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ വായിച്ചു. നമ്മളെല്ലാവരും കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവിധ പ്രവർത്തനങ്ങളിലും സ്കൂളിൻ്റേതായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രത്യേകം അധ്യാപകർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എല്ലാ ചടങ്ങുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.